കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തലമുറയില്ലാതെ ആഴമായ ദുഃഖത്തിൽ ജീവിച്ച ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 51:16-17 എന്നീ വാക്യങ്ങൾ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. 1 ശമൂവേൽ 1:1-3 വരെയുള്ള വാക്യങ്ങൾ. എഫ്രയീം മലനാട്ടിലെ രാമാഥയും സൊഫീമിൽ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ എലൂഹുവിന്റെ മകനായ യെരോഹാമിന്റെ മകൻ ആയിരുന്നു. എലിഹു എഫ്രീമ്യനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകൻ ആയിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോക പതിവായിരുന്നു. ഏലിയുടെ 2 പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹോഫ്നിയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു. ലോകത്തെ സ്വാധീനിച്ച ശ്രേഷ്ഠ ജീവിതങ്ങളെ പറ്റി നാം കേൾക്കുമ്പോൾ ചിലരൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാറുണ്ട്. അവരുടെ മാതാപിതാക്കൾ ആരാണ്, ഏത് സാഹചര്യത്തിൽ ഇവർ വളർന്ന് വന്നവരാണെന്ന് ഒക്കെ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലർക്കൊക്കെ അത് അറിയുവാൻ താല്പര്യമുണ്ട്. ഇവിടെ വലിയ പ്രവാചകനായ ശമൂവേൽ പ്രവാചകന്റെ മാതാവ് ഹന്നയെ പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. അവളുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വിലയിരുത്താം. എന്താണ് അവൾക്ക് വേണ്ടി ദൈവം ചെയ്തത്? നാം ഇവിടെ എൽക്കാനയെ പറ്റിയാണ് വായിച്ചത്. എൽക്കാനയുടെ 2 ഭാര്യമാർ ഹന്നയും പെനീനായും. ഹന്ന വളരെ വർഷങ്ങളായി അതീവ ദുഃഖിതയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വിവാഹം കഴിഞ്ഞാൽ ഉടൻ ജനം ഇങ്ങനെ കാത്തിരിക്കും, 1 വർഷത്തിനുള്ളിൽ അവർക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകുമോ എന്ന്. 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ കൊണ്ട് ജനം വീർപ്പുമുട്ടിക്കും. അവർക്കറിയണം എന്താ മക്കൾ ഉണ്ടാകാഞ്ഞത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ആർക്കാ കുഴപ്പം. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണത്. എന്താണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്? ഒന്നുകിൽ അവർക്ക് ഉടനെ കുഞ്ഞുങ്ങൾ വേണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടും അവർക്ക് മക്കൾ ഉണ്ടാകുന്നില്ലായിരിക്കാം. അത് വളരെ അസഹ്യമുണ്ടാക്കുന്നതാണ്. എൻ്റെ 2 സഹോദരിമാരിൽ ഒരു സഹോദരിക്ക് അല്പം താമസിച്ചാണ് മക്കളുണ്ടായത്. അവളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചത്. നാട്ടുകാർക്ക് അത് വളരെ പ്രശ്നമുണ്ടാക്കി. അവർക്കറിയണം എന്താ ഉണ്ടാകാത്തത്, എന്താ പ്രശ്നം. അയ്യോ, വളരെ അസഹ്യമായിരുന്നു അത്. നാം ഇങ്ങനെ മറ്റുള്ളവരെ അസഹ്യപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഹന്ന മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആഴമായി ദുഃഖിച്ച ഒരു ജീവിതമാണ്. തന്നെയല്ല, എൽക്കാനായുടെ മറ്റു ഭാര്യയ്ക്ക് പെനീനായ്ക്ക് മക്കളുമുണ്ട്. അവളും ഇത് ഹന്നയെ കളിയാക്കുവാൻ ഉപയോഗിച്ചു. എൽക്കാന ഹന്നയ്ക്കൊരു നല്ല ഭർത്താവായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ
മക്കളില്ലായ്മയിൽ അതീവമായി വേദനിച്ചു, ദുഃഖിച്ചു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് നന്നായി മനസ്സിലാകും. തലമുറയില്ലാതെ ഇരിക്കുന്നത് വളരെ ദുഃഖകരമായ വിഷയമാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ താല്പര്യമില്ലാത്ത സ്ത്രീകളും നമ്മൾക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു തലമുറ വേണം എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന വ്യക്തികളെ പറ്റിയാണ്. ഹന്ന വളരെ നാൾ പ്രാർത്ഥിച്ചു കാണും, അവൾ ഉപവസിച്ചു കാണും. അവൾ അതീവ ദുഃഖിതയായിരുന്നു. എൽക്കാനായും ഹന്നായും അവർ നല്ല മനുഷ്യരായിരുന്നു. അവർ ദൈവഭക്തരായിരുന്നു. അതല്ലേ അവർ ആണ്ടുതോറും ദൈവാലയത്തിലേക്ക് കടന്നുപോയി യാഗം കഴിക്കുന്നത്. അങ്ങനെ അവൾ ദൈവാലയത്തിൽ എത്തിയപ്പോൾ അവിടെ അവൾ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകർന്ന് കരഞ്ഞു. അവൾ വിതുമ്പി കരഞ്ഞു. അവളുടെ തകർന്ന മനസ്സിനെ ദൈവസന്നിധിയിൽ പകർന്നു. പ്രവാചകനായ ഏലിക്ക് പോലും അവൾ ചെയ്തത് എന്തെന്ന് മനസ്സിലായില്ല. അവൻ ഓർത്തു അവൾ മദ്യപിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതായിരിക്കും എന്ന്. അവൾ വ്യസനം നിറഞ്ഞ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അവളുടെ സങ്കടം അവൾ ദൈവത്തോട് പകരുകയായിരുന്നു. അങ്ങനെ ഏലി പ്രവാചകൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിന്റെ ആഗ്രഹം നിറവേറട്ടെ എന്ന് പ്രവാചകൻ ആശീർവദിക്കുകയും ചെയ്തു. അവൾ അത് വിശ്വസിക്കുകയും അവൾ സന്തോഷത്തോടെ അവിടെ നിന്ന് കടന്നുപോയി എന്നാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും തലമുറയില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരുമോ? നിങ്ങൾ നിരാശയിൽ ആണ്ട് ജീവിക്കുകയായിരിക്കും. സഹോദര, സഹോദരി, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമോ? അവന്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് കടന്നു വരുമോ? ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവവചനം നമ്മോട് പറഞ്ഞിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനത്രേ. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ നന്നായി അറിയുന്ന ദൈവമത്രേ. നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുവാൻ മതിയായവനത്രേ. ഹന്ന അവിടെ എത്തി. അവൾ തകർന്ന നുറുങ്ങിയ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. സങ്കീർത്തനങ്ങൾ 51:16-17 വാക്യങ്ങളിൽ നാം വായിച്ചല്ലോ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് ദൈവം ഏറ്റവും സമീപസ്ഥനത്രേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് പ്രാർത്ഥനയൊക്കെ ചോദിക്കാറുണ്ട്. എന്നാലും നമ്മളുടെ പ്രശ്നം വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ താണിരിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിച്ച് സഹായിക്കാനുള്ളതൊക്കെ വളരെ നല്ലതാണ്, അതൊരു അനുഗ്രഹവുമാണ്. എന്നാൽ നാം ദൈവസന്നിധിയിൽ ഹൃദയം പകരുമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന ദൈവത്തോട് അറിയിക്കുമോ? ദൈവം ശക്തനത്രേ. എനിക്കും നിങ്ങൾക്കും ഉത്തരം നൽകുവാൻ, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകുവാൻ അവൻ മതിയായവനത്രേ. ആ ദൈവ സന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുമോ? ഹന്ന കരഞ്ഞപ്പോൾ
പുരോഹിതന് പോലും മനസ്സിലായില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന് അവരുടെ ഹൃദയത്തിന്റെ ഭാരം നന്നായി മനസ്സിലായി. നമുക്ക് ചുറ്റുമുള്ളവർ പലപ്പോഴും നമ്മെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. നമ്മുടെ വേദന അവർ കാണുന്നില്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചേക്കാം. നമ്മുടെ വേദനയിൽ നാം പെരുമാറുന്നത് പലരും നമ്മെ വിമർശിച്ചേക്കാം. പക്ഷേ ദൈവം അങ്ങനെയല്ല. ഹൃദയത്തിന്റെ ആഴങ്ങളെ കാണുന്ന ദൈവം, ഹൃദയത്തിന്റെ അവസ്ഥകളെ നന്നായി അറിയുന്ന ദൈവം, അവൻ നമ്മോട് കരുണ കാണിക്കുകയും നമ്മോട് സഹതപിക്കുകയും ചെയ്യുന്ന ദൈവമത്രേ. നിങ്ങൾ കാലങ്ങളായി ഉപവസിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ വേദനയ്ക്ക് മറുപടിക്കായി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. തളർന്നു പോകരുതേ. ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരം അരുളും. അവൻ ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവം നമ്മെ നന്മയ്ക്കായാണ് അനുഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് തിന്മയ്ക്കായിട്ട് ദൈവം ഒന്നും തരുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് ഉത്തരം താമസിച്ചേക്കാം. അതിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. തക്ക സമയത്ത് ദൈവം ഉത്തരമരുളും. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്ക് ശാപത്തിനായിട്ടുള്ളതോ നമുക്ക് പ്രശ്നത്തിനായിട്ടുള്ളതോ ചിലപ്പോൾ ദൈവം തന്നില്ലെന്ന് ഇരിക്കാം. നാം ഭാരപ്പെടരുത്. നാം സർവശക്തനായ ദൈവത്തിൽ താണിരിക്കുമോ? അവനിൽ വിശ്വസിക്കുമോ? ഹന്ന ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു, നീ എനിക്കൊരു പുരുഷ സന്തതിയെ തന്നാൽ അത് ഞാൻ നിനക്ക് തിരിച്ചു തരും എന്ന്. അവൾക്ക് ശമൂവേൽ ബാലനെ ദൈവം കൊടുത്തപ്പോൾ അവൾ ബാലനുമായി തിരികെ ശീലോവിൽ ചെന്ന് ഏലി പുരോഹിതന്റെ കൂടെ താമസിക്കുവാൻ അവിടെ ആക്കി, അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ. അവൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു പൈതൽ. അവൾ ആഴമായി ഒരു കുഞ്ഞുണ്ടാകുവാൻ കൊതിച്ച് ജീവിച്ചവളാണ്. അത് ദൈവം കൊടുത്തപ്പോൾ അത് ദൈവത്തിന് കൊടുക്കുവാൻ അവൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. ഹന്നയുടെ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും സമർപ്പണവുമാണ് ഹന്നയെ അതിന് പ്രേരിപ്പിച്ചത്. നമുക്ക് അങ്ങനെ ദൈവത്തിന് കൊടുക്കുവാൻ താല്പര്യമുള്ളവരാണോ? പലരും ഏറ്റവും മിടുക്കർ മക്കളെ മെഡിസിന് വിടും, പിന്നത്തെ ആളിനെ എഞ്ചിനീയറിങ്ങിന് വിടും. അധികം മിടുക്കൊന്നും ഇല്ലാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരെ ദൈവവേലയ്ക്കും വിടും. അങ്ങനെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഞാനും നിങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമോ? ഹന്ന നമുക്കെല്ലാം ഒരു ഉദാഹരണമാണ്. ഹന്നയുടെ ദൈവഭക്തിയാണ് അതിന് ഹന്നയെ പ്രേരിപ്പിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരോട്, മറ്റ് പല വിഷയങ്ങളിലും ഹൃദയത്തിൽ സഹിക്കാൻ വയ്യാത്ത ഭാരവുമായി നടക്കുന്നവരുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവൻ തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരം അരുളും. അവന്റെ സമയത്തെ അവൻ ഉത്തരം അരുളുകയുള്ളൂ. നമ്മൾ പറയുന്ന സമയത്ത് ആയിരിക്കില്ല. പലരും അത് നമ്മെ കളിയാക്കുവാൻ ഉപയോഗിച്ചേക്കാം. പലരും നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം. പലരും നമ്മെ വിമർശിച്ചേക്കാം. ഓ, ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം അവളിൽ പ്രസാദിക്കുന്നില്ല, ഓ ദൈവം അവരോട് സ്നേഹമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചിലപ്പോൾ നിങ്ങളെ വിമർശിച്ചേക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് അതിനൊക്കെ. അങ്ങനെയുള്ളവർക്ക് നാം ചെവി കൊടുക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് തക്ക സമയത്ത് ഉത്തരം അരുളും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ സഹോദരിമാരിൽ ഒരാൾക്ക് വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് തലമുറകളെ ലഭിച്ചത് എന്ന്. അങ്ങനെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ സമയത്ത് പലരും വിമർശിച്ചു. എൻ്റെ മാതാപിതാക്കൾ ദൈവവേലയിലായിരുന്നു. അതിനെ കളിയാക്കി ഞങ്ങളുടെ അടുത്തുള്ള പല വ്യക്തികളും
വിമർശിച്ചതായി ഞാൻ പിന്നീട് അറിയുവാൻ ഇടയായി. എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ വർഷങ്ങൾക്ക് ശേഷം എന്നോട് ഇപ്രകാരം പറഞ്ഞു. ചില വ്യക്തികൾ അവർ അവിടെ ഇരുന്ന് കളിയാക്കി, ഓ മക്കളുണ്ടായില്ലേ, പ്രാർത്ഥിച്ചാ പോരെ, കളിയാക്കുകയായിരുന്നു. ദൈവവേലയിലാണ്, ദൈവത്തെ സേവിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നു, അങ്ങ് പ്രാർത്ഥിച്ചാ പോരെ, അത് കളിയാക്കിയാണ് പറഞ്ഞത്. ദൈവമക്കളെ, എൻ്റെ ആ സഹോദരിക്ക് മിടുക്കികളായ 2 പെൺകുഞ്ഞുങ്ങളുണ്ടെന്ന്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തെ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. അവൻ നമ്മെ നിരാശപ്പെടുത്തുകയില്ല. അവൻ എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, ധാരാളമായി ഉണ്ടാകുവാൻ, നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ, നമുക്ക് ദാരിദ്ര്യം ഇല്ലാതെ ഇരിക്കുവാൻ, നമുക്ക് സമാധാനം ഉണ്ടാകുവാൻ അവൻ നമുക്കായി മരിച്ചു. ആ ദൈവത്തിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് താഴ്മയോടെ നിങ്ങൾ കടന്നു വരുമോ? എൻ്റെ സഹോദരിക്ക് മക്കളില്ലാതിരുന്ന കാലത്ത് 2 ബന്ധുക്കൾ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ ഈ സഹോദരിക്ക് ദത്തെടുത്തുകൂടാ? അതിനെ നീ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരിക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഞങ്ങളുടേതായ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ദത്തെടുക്കുന്നതിനെ പറ്റിയൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന്. അത് വളരെ നല്ല കാര്യമാണ്. ആശ്രയമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളാകുവാൻ സാധിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാൻ ദൈവം കൃപ തന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായേക്കാം. നാം സർവശക്തന്റെ കൈക്കീഴിൽ താണിരിക്കുകയാണെങ്കിൽ, അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഇതിനൊന്നും നമുക്ക് ചെവി കൊടുക്കുവാൻ സാധ്യമല്ല. നാം പ്രത്യാശയോടെ ജീവിക്കേണ്ടവരാണ്. നാം ദൈവമക്കളാണ്. നാം വളരെ വ്യത്യസ്തരാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവിക സന്തോഷം അനുഭവിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ പ്രത്യാശയുള്ളവരും ആയിരിക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഒക്കെ ഉള്ള ഒരു ലോകമാണ്. എന്നാൽ സകലതിനെയും ജയിച്ച്, ലോകത്തെ ജയിച്ച് നമുക്ക് വേണ്ടി ജയം നേടിയ ഒരു യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. നാം അവനിൽ മറഞ്ഞിരിക്കുമോ? അവന്റെ സന്തോഷം നാം അനുഭവിക്കുമോ? അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കില്ലേ? ഹന്ന വളരെ കാലങ്ങളായി ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവം ഉത്തരം നൽകി. ദൈവത്തിന്റെ പ്രസാദം അവൾക്ക് ലഭിച്ചു. പ്രവാചകൻ ഹന്നയോട് പറയുന്നുണ്ട്, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രയേലിന്റെ ദൈവത്തോട് നീ അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന്. അപ്പോൾ ഹന്ന ഇപ്രകാരം പറയുന്നു, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ മുഖം വാടുകയില്ല. പ്രശ്നത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചവർ, അവർ ദൈവത്തിൽ വിശ്വസിക്കും. നാം ആത്മീക സന്തോഷം അനുഭവിക്കുന്നവരാണ്. പ്രശ്നത്തിന്റെയും പ്രതികൂലത്തിന്റെയും ഒക്കെ നടുവിൽ ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. 1 വർഷത്തിന് ശേഷം ശമൂവേൽ ബാലൻ പിറന്നു. ശീലോവിലേക്ക് അവൾ കടന്നു പോകുന്നു. കളിയാക്കിയ പെനീന ശീലോവിൽ പോയില്ല. വളരെ കാലങ്ങളായി വേദനിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന ഹന്ന തനിക്ക് ലഭിച്ച പൈതലുമായി ശീലോവിലേക്ക് കടന്നു പോകുന്നു. പെനീനയുടെ മക്കളെ പറ്റിയല്ല നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്, ശമൂവേൽ ബാലനെ പറ്റി.
ദൈവത്തിൻ്റെ പ്രവാചകനെ പറ്റി, ഹന്നയുടെ മകനെ പറ്റി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ താമസിക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. ഹന്നയുടെ ദൈവം നമ്മുടെയും ദൈവമാണ്. ധൈര്യമായിരിക്കുക. ഫിലിപ്പിയർ 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണാം: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഹന്ന വിശ്വസിച്ചു. എല്ലാത്തിനും വിധി കൽപ്പിക്കുന്നത് ദൈവമാണെന്ന് അവൾ വിശ്വസിച്ചു. 1 ശമൂവേൽ 2:10 ഹന്ന ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം: യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഫൂസിമാവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. ഹന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൾക്ക് ആഗ്രഹിച്ച ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. വളരെ നാളത്തെ കാത്തിരിപ്പ്, 1-2 വർഷമല്ല, പല കളിയാക്കുകളും സഹിച്ച് മറ്റുള്ളവരുടെ നിന്നയൊക്കെ പേറി ഈ സഹോദരി ജീവിച്ചു. അവളുടെ ദൈവത്തിലുള്ള സമർപ്പണവും വിശ്വാസവും അവളുടെ ക്ഷമയും സഹിഷ്ണുതയും അവൾക്ക് നല്ല സന്തോഷത്തിലേക്ക് കടക്കുവാൻ സഹായിച്ചു. എല്ലാ തരത്തിലുള്ള പാപത്തെയും തിന്മയെയും ദൈവം വെറുക്കുന്നു. ഏലിയുടെ മക്കൾ വല്ലാത്ത വഴിയിൽ ജീവിച്ച കാലത്തായിരുന്നു ഈ സംഭവം ഒക്കെ നടന്നത്. 1 ശമൂവേൽ 2:17 നമുക്ക് വായിക്കാം: ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. എല്ലാ തരത്തിലുള്ള പാപത്തെയും വെറുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് നിർമ്മല ഹൃദയത്തോട് ദൈവത്തെ പിൻപറ്റാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. 2 തിമോത്തിയോസ് 2:22 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാം. നാം ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടോടി ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തെ നോക്കി നാം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് ഓടേണ്ടതാണ്. ദൈവസന്നിധിയിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. ഹന്ന ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. ദൈവം അവർക്ക് ഉത്തരം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഹന്നയുടെ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവം അത്രേ. കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കുമായി മരിച്ചു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ, നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് അവൻ ഈ ലോകത്തിലേക്ക് സൗമ്യതയോടെ കടന്നു വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമായി ഈദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് നഷ്ടപ്പെട്ട പിതാവുമായിട്ടുള്ള കൂട്ടായ്മ തിരികെ നമുക്ക് നൽകുവാൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ എനിക്കും നിങ്ങൾക്കും വിടുതലില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി മറ്റ് ആരും മരിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി അവസാന തുള്ളി രക്തം പോലും ചൊരിഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുവാൻ, ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് തിരികെ ലഭിക്കുവാൻ. അങ്ങനെ നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആയി തീർന്നിരിക്കുന്നു.
അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് പുത്രത്വത്തിന്റെ അവകാശം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നൽകിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ഇല്ലെങ്കിൽ ഞാൻ താഴ്മയോടെ പറയട്ടെ, ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ കാണുന്നവനാണ്. എന്നോടും നിങ്ങളോടും നമ്മുടെ ഭാരങ്ങളിൽ കൈപിടിച്ച് നമ്മെ നടത്തുന്നവനാണ്. സഹോദര സഹോദരി, നിങ്ങൾ കർത്തൃസന്നിധിയിലേക്ക് കടന്നുവാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ കർത്തൃസന്നിധിയിലേക്ക് കടന്നു വന്നവരെ, ദൈവകരങ്ങളിലേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ചവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജയകരമായ ഒരു ജീവിതം അവർ അനുഭവിക്കട്ടെ. അവിടുത്തെ സ്നേഹം, അവിടുത്തെ സന്നിധിയിലെ സന്തോഷം എല്ലാം അവർ അനുഭവിക്കട്ടെ. എന്നെ കേൾക്കുന്നവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നവർ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ വിടുതൽ നേടട്ടെ. സകല മാനവും മഹത്വം അവിടുന്ന് എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.